1930 മാർച്ച് 25 മെക്സിക്കോയിലെ ചിഹുവാഹുവ നഗരം. അന്നൊരു പുതിയ അതിഥി ആ ബ്രൈഡൽ ഷോപ്പിൻ്റെ ഷോക്കേഴ്സിൽ പ്രത്യക്ഷപ്പെട്ടു. മനോഹരമായ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പാവ. പക്ഷെ ആ പാവ സാധാരണ ഒന്നായിരുന്നില്ല. അത് കണ്ടുനിന്നവർ അമ്പരന്നു. ഒന്ന് അടുത്തു ചെന്ന് നോക്കിയാൽ അതിൻ്റെ കൈകളിൽ നീല നിറത്തിലുള്ള ഞരമ്പുകൾ തെളിഞ്ഞുക. വിരലുകളിലെ ചുളിവുകൾ, നഖങ്ങൾ എല്ലാം ഒരു യഥാർത്ഥ മനുഷ്യൻ്റേതുപോലെ. ഏറ്റവും ഭീകരമായത് അതിൻ്റെ കണ്ണുകളായിരുന്നു. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നാത്ത വിധം ജീവനുള്ള കണ്ണുകൾ. നിങ്ങൾ എങ്ങോട്ട് മാറിയാലും ആ കണ്ണുകൾ നിങ്ങളെ പിന്തുടരുന്നതായി തോന്നും. ആ ദിവസം മുതൽ ആ നഗരത്തിലൊരു സംസാരം പടർന്നു. ഇതൊരു പാവയല്ല, ഇതൊരു ശവശരീരമാണ്. ഈ കടയുടെ ഉടമയായിരുന്ന പാസ്ക്വാല എസ്പോസ, അദ്ദേഹത്തിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയമായിരുന്നു അത്. പക്ഷേ വിവാഹ ദിവസം വിധി ക്രൂരമായി മാറി. വധുവിൻ്റെ വസ്ത്രം ധരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ഒരു വിഷച്ചിലന്തി അവളെ കടിച്ചു. നിമിഷങ്ങൾക്കകം ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. തൻ്റെ മകളുടെ വേർപാട് സഹിക്കാനാവാതെ ആ പിതാവ് ചെയ്തത് ക്രൂരമായ ഒന്നാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. മകളുടെ ശരീരം എംബാമിങ് ചെയ്ത് വധുവിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ കടയുടെ മുമ്പിൽ കൊണ്ടുവച്ചുവെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ആ പാവയ്ക്ക് ഉടമയുടെ പേരുമായി സാമ്യമുള്ളതുകൊണ്ട് ആളുകൾ അതിനെ ലാ പാസ്ക്വാലിറ്റ എന്ന് വിളിക്കാൻ തുടങ്ങി. കഥകൾ അവിടെ തീരുന്നില്ല. രാത്രിയായാൽ ആ പാവയ്ക്ക് ജീവൻ വെക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ഇവിടെയുണ്ട്. കടയടച്ചു പോയാൽ പിറ്റേന്ന് വരുമ്പോൾ പാവയുടെ സ്ഥാനം മാറിയിട്ടുണ്ടാകുമെന്നും പാവ കടയ്ക്കുള്ളിൽ നടക്കുന്നതായിട്ടും ചിലർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കടയിലെ ജീവനക്കാർ പോലും രാത്രി ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ ഭയപ്പെടുന്നു. പാവയുടെ വസ്ത്രം മാറ്റുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ കാലുകളിൽ ജീവനുള്ള മനുഷ്യരുടേതുപോലുള്ള ഞരമ്പുകൾ ഉണ്ടെന്നാണ്. ഓരോ തവണയും ഞാൻ അവളുടെ വസ്ത്രം മാറ്റുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കും എന്നൊരു ജീവനക്കാരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇത് വെറുമൊരു പാവയാണോ, അതോ 90 വർഷമായിട്ടും ദ്രവിക്കാത്ത ഒരു ശവശരീരം? എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഇത്രയും കാലം ഒരു ശവശരീരം കേടുകൂടാതിരിക്കുക അസാധ്യമാണ്. വിദഗ്ധർ പറയുന്നത് മെക്സിക്കോയിലെ കൊടും ചൂടിൽ എംബാമിങ് ചെയ്ത ശരീരം ഇത്രയധികം വർഷം ദ്രവിക്കാതെ നിൽക്കില്ല. ഇതൊരു അതിവിദഗ്ധമായി നിർമ്മിച്ച വാക്സ് മോഡലാണെന്നും അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി മാനിക്യൂൻ ആയിരിക്കുമെന്നും ചിലർ പറയുന്നു. പക്ഷേ ഇന്നും ആർക്കും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമുണ്ട്. 1930കളിൽ ഇത്രയും കൃത്യതയുള്ള മനുഷ്യൻ്റെ ഞരമ്പുകളും ചുളിവുകളും വരെയുള്ള ഒരു പാവയെ നിർമ്മിക്കാൻ എങ്ങനെ സാധിച്ചു? ആ വിദ്യ ഇന്നും ഒരു രഹസ്യമാണ്. ഉടമയുടെ മകളുമായി ഈ പാവയ്ക്കുള്ള അസാധാരണ സാമ്യവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ലാ പാസ്ക്വാലിറ്റ വെറുമൊരു പാവയാകാം, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിതാവിൻ്റെ വേദനയാകാം. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ മിസ്റ്ററിയായി ഇതിന്നും തുടരുന്നു. സത്യം എന്തുതന്നെ ആയാലും ആ ഷോക്കേഴ്സിന് മുന്നിലൂടെ പോകുന്ന ഓരോരുത്തരും ഒരു നിമിഷം നിൽക്കും. കാരണം ആ കണ്ണുകൾ ഇന്നും നമ്മളെ നോക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും മെക്സിക്കോയിൽ പോവുകയാണെങ്കിൽ ലാ പാസ്ക്വാലിറ്റയെ ഒന്ന് പോയി കാണണം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അവളെ നിങ്ങൾ നോക്കുമ്പോൾ അവളും നിങ്ങളെ നോക്കുന്നുണ്ടാവും. നിങ്ങളെന്തും വിശ്വസിക്കും. നിങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇതൊരു പാവയാണോ, അതോ ശവശരീരമോ? ഭൂതലോകം. ചില കഥകൾ ഇങ്ങനെയാണ്.